നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ വിജയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വലിയ വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അതില്ല എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ തമിഴ്നാട് ഹൈക്കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതാണോ ഒരു നേതാവ് എന്നുള്ളത്? ഇങ്ങനെയാണ് ഒരു നേതാവ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. അതായത് കുട്ടികളടക്കം 10 വയസ്സുള്ള കുട്ടികളടക്കം മരിച്ചുപോയ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ വിജയ് സ്വീകരിച്ച നിലപാടുകൾ വളരെ കൃത്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, തോന്നുന്നില്ല. എന്താണ് താങ്കൾക്ക് തോന്നുന്ന ഒരു അഭിപ്രായം? അത്തരത്തിലൊരു അഭിപ്രായം, അതായത് വിജയ് കാണിച്ച ഈ രീതിയാണ് അവിടെ കാണിക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ അത് അത്തരത്തിലല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. വിജയ് അവിടെ സന്ദർശിക്കേണ്ടതായിരുന്നു. അവിടവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് ഇടപെടേണ്ടതായിരുന്നു. അതിന് മുൻപ് അയാൾ ചെയ്ത മറ്റു ചില കാര്യങ്ങളുണ്ട്. ഓരോ മരണപ്പെട്ടവർക്ക് 20 ലക്ഷം രൂപ വെച്ച് നൽകുന്നു എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതൊക്കെ ഗിമിക്കുകളാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു നേതാവ് എന്ന് ഹൈക്കോടതി തന്നെ വിമർശിച്ച വിജയിയെ തമിഴ്നാട്ടിലെ BJP ഈ TVKയുമായി, അതായത് ഈ ഇവരുടെ വിജയുടെ പാർട്ടിയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു സഖ്യ രൂപീകരിക്കുവാനുള്ള, അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നതായി പറയുന്നു. കാരണം അവരൊരു തരത്തിലും TVKയെ ഒരു തരത്തിലും വിമർശിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണമായി നമുക്ക് പറയേണ്ടി വരുന്നത്. അത്തരത്തിലൊരു നിലപാടാണോ സത്യത്തിൽ BJP അവിടെ സ്വീകരിക്കേണ്ടത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മളിപ്പോൾ താങ്കൾ പറയുന്ന ഒരു പക്ഷേ ആദവ് അർജുന എന്ന് പറയുന്ന TVKയുടെ നേതാവ് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ആ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് BJPയുമായിട്ടൊരു ബാന്ധവം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നുള്ള ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ പറയുന്നത്. അവർ തമ്മിൽ മാത്രമല്ല ഒരു ഇത്തരത്തിലൊരു സംഭവം നടക്കും. അതായത് കുട്ടികളടക്കം മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വിമർശനമെങ്കിലും ഉണ്ടാകണ്ടേ? അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയുവാനുള്ള സ്വാഭാവികമായിട്ടൊരു സാമാന്യ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രതികരിക്കുവാനുള്ള ഒരു കഴിവെങ്കിലും അവർക്കുണ്ടാകേണ്ടതല്ലേ? ഇത് രണ്ടും ചെയ്യാതെ മാറി നിന്ന് അവർ ഇത്തരത്തിലൊരു കളി കാണുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം പല സ്ഥലങ്ങളിലും അവർ കളിച്ച രാഷ്ട്രീയ കളി തന്നെ ആയിരിക്കണം തമിഴ്നാട്ടിലും ഉപയോഗിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ അതിനെ വളരെ അപഗ്രഥിച്ചാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ കാര്യത്തിൽ 2 പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കരൂരിലുണ്ടായത് ഹ്യൂമൻ ട്രാജഡിയാണ്, മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് കോടതി തന്നെ വിധി പ്രസ്താവിച്ചിരിക്കും. മനുഷ്യനിർമ്മിത. അതിലിപ്പോൾ ഈ വിജയ് സൂപ്പറിനെ അങ്ങനെ കഠിനമായിട്ടൊന്നും പലരും പ്രതീക്ഷിച്ചതുപോലെ വിമർശിച്ചിട്ടൊന്നുമില്ല. മനുഷ്യനിർമ്മിത ദുരന്തം എന്നും മൊത്തത്തിൽ അങ്ങ് പറയുക മാത്രം, ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു വിധി പ്രസ്താവം വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത്. പക്ഷേ കരൂർ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത ദുരന്തമാണ്. പക്ഷേ തമിഴ്നാട്ടിലെ ആനുകാലിക വിഷയമെന്ന് പറയുന്നത് ഈ ദുരന്തത്തിൽ മാത്രം ഒതുങ്ങുന്നത് അല്ല. അതിനേക്കാൾ വലിയൊരു ദുരന്തം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബോധ്യം നമുക്കുണ്ടാവണം. ആ ദുരന്തമെന്ന് പറയുന്നത് ഒരു കുടുംബം തമിഴ്നാട്ടിൽ നടത്തുന്ന പല ഉണ്ണികൃഷ്ണൻ പോറ്റിമാർ പലവട്ടം ശബരിമലയിൽ നടത്തുന്നതിനെയൊക്കെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള ഒരു കുടുംബത്തിൻ്റെ അഴിമതി, കോടിക്കണക്കിന് രൂപ അവരോരോരോ സ്ഥാപനങ്ങൾ, അവരുടെ സ്റ്റുഡിയോ, അതുപോലെ തന്നെ അവരുടെ സ്കൂളുകൾ, അവരുടെ വ്യവസായങ്ങൾ, എല്ലാ തരങ്ങളിലും അവർ അവിഹിതമായിട്ട് പാവപ്പെട്ട തമിഴ് മക്കളിൽ നിന്ന് വസൂലാക്കിയ പണം ഉപയോഗിച്ച് അവരുടെ കുടുംബങ്ങളെ ഇങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഉയരങ്ങളിലേക്ക് വ്യവസായ ടിക്കൂണുകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട തമിഴ് മനിതൻ്റെ പേരിൽ ഇങ്ങനെ മുതലക്കണ്ണീർ വാർക്കുകയും ചെയ്യുന്ന ആ സ്ഥിതിയാണ് തമിഴ്നാടിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഇത്രയധികം വ്യവസായശാലകളും ഇത്രയധികം അഭിവൃദ്ധിയും ഇത്രയധികം GDPയും ഉള്ള ഒരു സംസ്ഥാനത്തിലെ പാവപ്പെട്ട ആൾക്കാർ, അരികുവൽക്കരിക്കപ്പെട്ട ആൾക്കാർ കഴിയുന്ന സ്ഥിതി ഇന്ത്യയുടെ ശരാശരി നിലവാരത്തിനും വളരെ വളരെ താഴെയാണ്. എന്തുകൊണ്ട് ഈ അസമത്വം വരുന്നു? ഇതിൻ്റെ ഉത്തരവാദിത്വം അവിടം ഭരിച്ചു മുടിച്ച ദ്രാവിഡ കക്ഷികൾക്കില്ലേ? ഇതാണ് അവിടുത്തെ പ്രധാന ചോദ്യം. ആ അഴിമതിയെ അഡ്രസ് ചെയ്യുന്നുണ്ട് വിജയ് എന്നുള്ളതാണ് TVK കക്ഷിയുടെ ഒരു പ്രധാന പ്ലസ് പോയിന്റ്. ആ പ്ലസ് പോയിന്റിനെയാണ് BJP ആദരിക്കുന്നത്. അവിടെയാണ് എൻ്റെ എതിർപ്പും. കാരണം ഈ പറയുന്ന TVK, തമിഴക വെട്രി കഴകം എന്ന് പറയപ്പെടുന്ന വിജയുടെ പാർട്ടി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ മദ്രാസ് ഹൈക്കോടതി നിശിതമായി വിമർശിച്ചിരിക്കുകയാണ് വിജയെ. വിജയുടെ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ: കുട്ടികളടക്കമുള്ളവർ മരിച്ചു വീണ സ്ഥലത്ത് നിന്ന് അണികളെ സംരക്ഷിക്കാതെ, അണികളെ തിരിഞ്ഞു നോക്കാതെ
പോയ വിജയെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു നേതാവ് എന്നുള്ളതാണ് അവരുടെ ചോദ്യം, കോടതിയുടെ ചോദ്യം, മദ്രാസ് കോടതി ചോദിച്ച ചോദ്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ്, താങ്കളിപ്പോൾ പറഞ്ഞ പോലെ ഒരു കുടുംബം മുഴുവൻ അവരുടെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് അവർ നടത്തുന്ന അഴിമതി ഒരു സംസ്ഥാനത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ അവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അവർ അണികളെ നോക്കുന്നില്ല, ജനങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിടുന്നില്ല, ജനങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നില്ല എന്നാണല്ലോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണികൾക്കൊരു അപകടം വന്നപ്പോൾ തിരിഞ്ഞു നോക്കാതെ സ്വന്തം മാളത്തിലേക്ക് മടങ്ങിപ്പോയ വിജയെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? അതാ അതിനെയാണ് ഞാൻ രണ്ടായിട്ട് കണ്ടു എന്ന് ആദ്യമേ പറഞ്ഞത്. ഒന്ന്, അതിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി, അതായത് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ നടന്നതോ, കരൂരിൽ നടന്നത് എന്താണ്? ഇപ്പോൾ എന്തായാലും താങ്കളും വിശ്വസിക്കുമല്ലോ, വിജയ് മനഃപൂർവ്വം ആളുകളെ കൊല്ലാൻ ഒരിക്കലും ചെയ്യില്ല. ആരും ഇത് പറഞ്ഞിട്ടില്ല, കോടതി പറഞ്ഞിട്ടില്ല, സ്റ്റാലിൻ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് സംഭവിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ് കൊണ്ടും പക്വതക്കുറവ് കൊണ്ടുമാണ്. തന്നെയുമല്ല, എനിക്ക് ഇതിനകത്ത് വ്യക്തമായ ഒരു വിയോജിപ്പുണ്ട്, വളരെ ശക്തമായ ഒരു വിയോജിപ്പുണ്ട്. ഈ സിനിമാ നടന്മാർ അവരുടെ പോപ്പുലാരിറ്റി എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലെ വോട്ടാക്കി മാറ്റി കാശ് വാങ്ങിക്കരുത്. അധികാരം കൊയ്യുന്നത് ആ തരത്തിലുള്ള ഒരു അവിഹിതമായ ജനാധിപത്യ ഇടപെടലെന്ന് ഞാൻ പറയും. ആരാധകരുടെ ബാഹുല്യം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പാർട്ടിയാക്കിയ ശരിക്കും നമ്മുടെ MGR മുതൽ ജയലളിത മുതൽ അങ്ങനെയുള്ളവർ നടത്തുന്ന അതുപോലെ അമിതാഭ് ബച്ചൻ ഒരിക്കൽ ബഹുഗുണയെ തോൽപ്പിച്ചു. അതും ആ രാഷ്ട്രീയമായിട്ടുള്ള പോപ്പുലാരിറ്റി മുതലെടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ നേരിടേണ്ടത് രാഷ്ട്രീയമായിട്ടാണ്, അല്ലാതെ ആരാധക ബാഹുല്യം വെച്ചുകൊണ്ട് ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ വിജയ് കാണിച്ചത് മഹാവൃത്തികേടാണ്. അദ്ദേഹം 2 മണിക്ക് നടത്തുമെന്ന് പറഞ്ഞ യോഗം രാത്രി 7 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ആരാധകരായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാർ, പാവപ്പെട്ട ദ്രാവിഡ മക്കളെ അവിടെ ആ പൊരിവെയിലത്ത് കാത്തു നിർത്തിയത് 5 മണിക്കൂറാണ്. ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം വന്നത് വളരെ അലസഗമനം ഇങ്ങനെ നടത്തി വന്ന വഴിക്ക് 2 കാറുകൾ ഇടിച്ചു തകർത്തു. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 2 മണിക്ക് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല, വെയിൽ പോക്കിയാൽ ഞങ്ങൾ പോകുന്നില്ലെന്ന് പറഞ്ഞ് ആളുകൾ വീടിനുള്ളിൽ അടച്ചിരുന്നതിന് ആളുകൾ കുറവായിരുന്നു. അവിടെ ആളുകൾ കുറഞ്ഞാൽ തനിക്ക് നാണക്കേടാണ് എന്ന് തോന്നും, അതുകൊണ്ട് കാത്തിരുന്നു 5 മണിക്കൂർ. അപ്പോൾ എന്തു സംഭവിച്ചു? ഓഫീസിൽ പോയിട്ട് പാടങ്ങളിൽ പോയി പണി ചെയ്തിട്ട് ഒക്കെ വരുന്ന ആളുകൾ, അമ്മമാർ, കുട്ടികൾ എല്ലാവരും, എന്നാൽ വെയിലൊന്നും ഇല്ലല്ലോ, തണലാണല്ലോ, ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് മരക്കൊമ്പുകളിലും ഒക്കെ കയറിയിരുന്നു. അങ്ങനെ ആളെ കൂട്ടിക്കാണിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു അത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കരുണാനിധിയുടെ ഒരു യോഗം അവിടെ വെച്ച് നടന്നിരുന്നു. 15 ലക്ഷം പേരാണ് പങ്കെടുത്തതെന്നാണ് അവകാശവാദം. ഒരൊറ്റ കുട്ടിക്ക് പോലും പോറലേൽപ്പിച്ചില്ല. അതിനെ ഒന്ന് വെല്ലുന്ന ഒന്നായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും നേരം കാത്തു നിന്നത്. അതിൻ്റെ ഫലമായി 10,000 ആദ്യം ഉണ്ടായിരുന്ന ജനസംഖ്യ 15,000 ആ മൈതാനത്ത് കൂടി. അതെ, അതിനിടയ്ക്കാണ് ഈ അപകടം സംഭവിച്ചത്. ഞാൻ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ എൻ്റെ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ. നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ, ഇപ്പോൾ DMK-യുടെ കുറിച്ച് താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ആണെങ്കിൽ, ഈ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന് പറയപ്പെടുന്ന MK സ്റ്റാലിൻ അവിടെ നടത്തുന്ന ഭരണത്തിൽ അഴിമതി ഉണ്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെ അഴിമതി ഇല്ലാത്ത ഒരാളെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല, ജനം പ്രതീക്ഷിക്കുന്ന മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരാൾ. സിനിമയിലൊക്കെ ഇവർക്ക് പിന്നെ വേറൊരു കാര്യം, ഈ ദക്ഷിണേന്ത്യയിൽ കേരളം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ആരാധന വളരെ കൂടുതലാണ്. ഈ സിനിമാ താരങ്ങളുള്ള ഒരു ആരാധന വളരെ കൂടുതൽ. കേരളത്തിൽ ഇപ്പോൾ ആയി കഴിഞ്ഞു. പക്ഷെ മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, അതുണ്ട്. ഇന്നിപ്പോ അവിടെ ഇവരൊക്കെ പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമസഭയിലേക്ക് മത്സരിക്കുകയോ ലോക്സഭയിലേക്ക് മത്സരിക്കുകയോ ചെയ്താൽ മിക്കവാറും പരാജയമാണ്. നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട്. കാരണം പ്രേം നസീർ അടക്കം അത്തരത്തിന് ഇരയായിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിലേക്ക് നമ്മൾ പ്രാന്തമായുള്ള ആവേശത്തിലേക്ക് എത്തുന്ന കാലത്തേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ ജയിക്കും. അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷെ ഞാൻ പറഞ്ഞു വെക്കുന്നത്, അപ്പോൾ വിജയെ പോലുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ നടനോട് തോന്നാവുന്ന, താങ്കൾ പറഞ്ഞ പോലെ ഒരു ഫാൻസ് ബോയ് മോഡലിൽ എത്തപ്പെടുന്ന ഒരു വികാരമുണ്ട്. ആ തരത്തിലുള്ള വികാരത്തിൽ ജനങ്ങൾ എത്തുകയും 2 മണിക്ക്, താങ്കൾ പറഞ്ഞത് 2 മണിക്ക് എത്തേണ്ട ആളായിരുന്നു, 7:40 അത് തുടങ്ങിയത്. ഇത്രയും സമയം ജനങ്ങളെ അവിടെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല ഇയാൾക്ക്. കാരണം ഒരു കാര്യം, ഇയാൾ സിനിമാഭിനയമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം മറ്റു പണികളൊന്നും, ഇനി ബാക്കി ജോലികളെന്നെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു യോഗം അവിടെ നടത്തുന്നുണ്ട് എങ്കിൽ, 2 മണിക്കൊരു യോഗം നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരത്തെ തീരുമാനിച്ചാണല്ലോ. അത്തരത്തിലൊരു യോഗത്തിലേക്ക് 2 എന്നുള്ളത് 2:30 എത്തേണ്ടതാണ്, 3 മണിക്കെങ്കിലും എത്തിച്ചേരേണ്ടതാണ്. അതെത്താതെ 7-8 മണി വരെ ജനങ്ങളവിടെ കാത്തു നിർത്തിപ്പിക്കുക എന്ന് പറയപ്പെടുന്ന, താങ്കൾ പറഞ്ഞ പോലെ ആളെ കൂട്ടിയെടുത്ത്
തൻ്റെ പ്രൗഢി എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങളോട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെ തൻ്റെ വ്യക്തിപ്രഭാവം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന വിജയെ പോലുള്ളവരെ അവിടെ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ എൻ്റെ ചോദ്യം മറ്റൊന്നും കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള വിജയെ പോലുള്ളവരെ സ്വീകരിക്കേണ്ട ബാധ്യത BJP എന്ന് പറയുന്ന പാർട്ടിക്കുണ്ടോ? അത് ഞാൻ പറഞ്ഞു. ഇതാ നമ്മൾ ഇവർ രണ്ടും രണ്ടായിട്ട് കാണും. ഇവരുടെ നിലപാട് എന്താണ്? പാർട്ടിയുടെ നിലപാട് ഒരു ട്രാജിക് ഇൻസിഡൻറ്റിലെ നിലപാടല്ല നമ്മൾ പറയുന്നത്. തമിഴ് മക്കളുടെ അവരുടെ ഭരണത്തിൽ അവരുടെ രാഷ്ട്രീയത്തിൽ ഇവരുടെ രാഷ്ട്രീയ നിലപാട് എന്തെന്നുള്ളതാണ് മാത്രമാണ് പ്രശ്നം. ഇപ്പോൾ ഉണ്ടായി ഈ ട്രാജിക് ഇൻസിഡൻറ്റിന് ഇത് മാത്രമല്ല കാരണം. ഇദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഏറ്റവും വലിയ ദുരന്തം വിവരക്കേട് അദ്ദേഹം കാണിച്ചത് അവിടുന്ന് കുപ്പികൾ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് എറിയാൻ തുടങ്ങി. രാജീവ് ഗാന്ധി ഇത് കാണിക്കുമായിരുന്നു. ഇങ്ങോട്ട് വന്നിട്ട് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പൂമാലകൾ വലിച്ചെറിയും. അപ്പോൾ എന്തുണ്ടാവും? ഒരിക്കലും ചെയ്യാൻ പാടില്ല. സുരക്ഷാ വീഴ്ചയാണത്. ജനങ്ങൾ അത് ആ തള്ളലിനും തെക്കിനും ഇടയിൽ കുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ ചത്തുപോകും അവര്. ആ വൃത്തികെട്ട് രാഹുൽ ഗാന്ധി കാണിച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതും അദ്ദേഹവും അതുപോലെ തന്നെ ചെയ്യും. ഇത് ഭരിച്ച ആൾക്കാരുടെ നടുവിലേക്ക്. അപ്പോൾ വിജയിൻ്റെ കൈയുടെ സ്പർശമേറ്റ കുപ്പി, അതാണല്ലോ ആരാധകരുടെ സ്വഭാവം. അതെനിക്ക് വേണമെന്നുള്ള ഒരു ആർത്തിയോടുകൂടി അവിടെ ആളുകൾ വളരെ വയലൻ്റായിട്ട് തീരും. ആ വയലൻസിൽ പലരും മരിച്ചുപോയി. ചവിട്ടേറ്റാണ് മരിക്കുന്നത്, ഇടികൊണ്ടും. അതെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് വിവരക്കേടാണ് കാണിച്ചത്. അതിലും വലിയ വിവരക്കേടാണ് അദ്ദേഹം കാണിച്ചത്. തന്നെ കാണാൻ വന്ന ആൾക്കാർ മരിച്ചു കഴിഞ്ഞപ്പോൾ നേരെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ചെന്നൈയിലേക്ക് പോയത്. അതെ, അതൊരു ജനത. അങ്ങനെ ഒരാളെങ്ങനെ ഒരു സംസ്ഥാനം ഭരിക്കുക? അപ്പോൾ ആ വ്യക്തിപരമായിട്ട് അദ്ദേഹം കാണിച്ചതിനോട് ഞാൻ എതിർക്കുകയും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടിനോട് പ്രത്യേകിച്ചും അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനെ ഞാൻ യോജിക്കുകയും ചെയ്യുന്നു. രണ്ടും രണ്ടായിട്ടായും കാണും. ഒന്ന് പേഴ്സണൽ, ദി അതർ ഈസ് പൊളിറ്റിക്കൽ. ആ പൊളിറ്റിക്കൽ അലയൻസ് ആണ് വരാൻ പോകുന്നത് BJP-യുമായിട്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. അല്ല, ഇക്കാര്യത്തിൽ BJP അദ്ദേഹത്തെ ന്യായീകരിച്ചാൽ ഞാൻ BJP എതിർക്കും, ഒരു സംശയം വേണ്ട. അല്ല, അതുപോലെ ഒരു കാര്യം കൂടെ പറയാം, എങ്കിലേ അതിനൊരു വ്യക്തത വരും. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം കുഴപ്പമല്ല. സ്റ്റാലിൻ്റെ കുഴപ്പമുണ്ട്, സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ കുഴപ്പമുണ്ട്. എത്ര പേര് വരുമെന്ന കണക്കുകൾ കൃത്യമായിട്ട് എടുക്കേണ്ടത് ഇൻ്റലിജൻസ് വകുപ്പാണ്. അവിടെ അപകടം ഉണ്ടാവും, അതുകൊണ്ട് ഇന്ന സംവിധാനങ്ങൾ വേണം, ആംബുലൻസുകൾ വേണം എന്നൊക്കെ പറഞ്ഞ് ആ സന്നാഹങ്ങൾ ഒരുക്കി വെക്കേണ്ടത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. വിജയിൻ്റെ പോപ്പുലാരിറ്റി എത്രയാണെന്നുള്ള ഒരു റേറ്റിംഗ് മെഷർ അവരുടെ കയ്യിലുണ്ട്. അതനുസരിച്ചുള്ള സന്നാഹങ്ങൾ കരൂരിൽ നടത്തിയില്ല. കരൂരിലെ മൈതാനത്തിൻ്റെ വലുപ്പം എത്രയെന്നും വരാൻ പോകുന്ന ആൾക്കാരുടെ എണ്ണം എത്രയെന്നും അവർക്കറിയാം. അവിടെ അതിന് സന്നാഹം ഉണ്ടായില്ല. വിജയ് പറയുന്നുണ്ട് പോലീസുകാർ മനഃപൂർവ്വം. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. വിജയ് മനഃപൂർവ്വമല്ല ഇത് ചെയ്തത്, അബദ്ധം പറ്റിപ്പോയി, അറിവുകേട് കൊണ്ട്. അതെ, പക്ഷേ അദ്ദേഹം മാപ്പ് പറയണം. പറ്റിപ്പോയ അബദ്ധത്തിന് മാപ്പ് പറയണം. അല്ല, സ്റ്റാലിനെ കുറ്റപ്പെടുത്തുകയും പോലീസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് രാഷ്ട്രീയമാണ്, വിവരക്കേടാണ്, വിവരദേശമാണ്. അതൊരു രാഷ്ട്രീയമാണ്. കാരണം എൻ്റെ രാഷ്ട്രീയം വിജയിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്ത്രമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഇപ്പോൾ വിജയ്ക്ക് ആരാധകരുണ്ട്. അതിപ്പം നമ്മുടെ മലയാള നാട്ടിലാണെങ്കിലും ആരാധകരുണ്ട്. ആ ആരാധകരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സംവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വിജയ് പോലുള്ള നേതാവ് വരണമെന്നും വിജയ് ഈ തിന്മയ്ക്കെതിരെയൊക്കെ പോരാടുകയും ഒപ്പം തന്നെ ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്തമ ബോധ്യമാണ്. ചിലപ്പോൾ ജനങ്ങൾക്ക് വിജയ് വരട്ടെ, അല്ലെങ്കിൽ വിജയ് CM ആവട്ടെ എന്നൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആകാതിരിക്കുന്ന രണ്ടാമത്തെ വിഷയം. MGR അങ്ങനെ വിജയിച്ചിട്ടുള്ള ആളാണ്. അല്ല, MGR അങ്ങനെ, അതാണ് പറയുന്നത്. അവിടുത്തെ ഒരു തമിഴക രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ സിനിമാ താരങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇവർക്കത് ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ വിജയ് അങ്ങനെ വിജയുടെ ഒരു ഫാൻ ക്ലബ്ബ് ഉള്ളത് കൊണ്ടും അത്തരത്തിൽ ആരാധകരുള്ളത് കൊണ്ടും അത്തരത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് കണ്ടിട്ട് BJP അവിടെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് കൂടി സാധ്യത ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കാണോ വിജയെ സമീപിക്കുന്നത് എന്നത് മാത്രമാണ് നമ്മുടെ സംശയം. അതോ എല്ലാ സ്ഥലങ്ങളിലും, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെ BJP പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പല അലയൻസിലും പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അലയൻസിനുള്ള സാധ്യതയിലേക്കാണോ ഈ TVK-യുമായി BJP ചെയ്യുന്നത്? എനിക്ക് അവിടെ EMSനെയാണ് ഉദ്ധരിക്കാനുള്ളത്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുപിടിക്കും എന്ന് പറയുന്ന പോലെ അഴിമതിയുടെ മൂർത്തിയായിട്ട് മാറിയിരിക്കുന്ന സ്റ്റാലിനെ മാറ്റാൻ ഏത് ചെകുത്താനുമായിട്ടും, അത് വിജയ് ആയാലും കൂട്ടുപിടിക്കാൻ BJP ഇപ്പോൾ തയ്യാറാകും. ഒറ്റയ്ക്ക് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മുസ്ലിം ലീഗുമായിട്ട് EMS നമ്പൂതിരിപ്പാട് കേരളത്തിൽ പിടിച്ച് മന്ത്രിസഭയുണ്ടാക്കുകയും മലപ്പുറം ജില്ല കൊടുക്കുകയും ചെയ്തത്. അങ്ങനെ പറഞ്ഞ് താങ്കൾക്ക് അവസാനിപ്പിക്കാമെങ്കിലും അതിനകത്ത് ഒരു കാര്യം കൂടി, എനിക്ക് ഉള്ള വിയോജിപ്പ് കൂടി ഞാൻ അറിയിക്കുകയാണ്. മറ്റൊന്നുമല്ല, തമിഴകത്തെ അഴിമതിക്കാരനാണ് സ്റ്റാലിനെങ്കിൽ ജനങ്ങളുടെ ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത, ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു നേതാവായി തീരാനുള്ള ഒരു ശ്രമത്തിലാണ് വിജയ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു നേതാവിനെയാണോ തമിഴക മക്കൾക്ക് ആവശ്യം എന്ന് കൂടി ചിന്തിക്കേണ്ടത്
തമിഴകം തന്നെയല്ലേ? എന്തായാലും രാഹുൽ ഗാന്ധിയേക്കാൾ അധികം അരാജകത്വം വിജയിന് ഉണ്ടാക്കാൻ പറ്റില്ല. ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.